ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഇന്ന് നമുക്ക് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കുക്കർ അപ്പം ട്രൈ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ അരി അളക്കുന്ന നാഴി ഉണ്ടാവില്ലേ, ആ നാഴിയുടെ പകുതി മാത്രമേ പച്ചരി എടുത്തിട്ടുള്ളൂ. കാരണം ഒരു അപ്പം മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രമേ പച്ചരി എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മധുരത്തിന് കണക്കാക്കിയിട്ട് നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് മധുരത്തിന് വേണ്ടിയിട്ടൊന്നും വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടൊരു 2.5 ആണി വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊരു കുറച്ച് വെള്ളത്തിൽ, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു കുറച്ച് വെള്ളത്തിൽ അതൊന്ന് നല്ലോണം മുരുകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബാലൻസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പൊതുവേ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇടാറുണ്ടല്ലോ, അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഉരുക്കി വന്നിട്ട് അതിന് ശേഷം ഞാൻ നന്നായിട്ടൊരു അരിപ്പയിലേക്ക് അതൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ചെറിയ ഒരു 5-8 ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കുതിർത്തി വെച്ച അരി ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് ശേഷം 2 ഏലക്ക, ഒരു ഒരു നുള്ള് ജീരകം, അതിനുശേഷം ചൂടോട് കൂടി തന്നെ, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, ചൂടോട് കൂടി തന്നെ ആയിരിക്കണം നമുക്ക് ആ ബാറ്ററിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിക്കേണ്ടത്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മധുരം ചേർക്കുക. അതിനുശേഷം 1.5 ടീസ്പൂൺ ചോറുണ്ടാവുമല്ലോ നമുക്ക്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം അടുപ്പത്ത് കുക്കർ വെച്ചു. അതിലേക്ക് അടിയിൽ ഞാൻ നെയ്യ് ഒന്ന് ആക്കിയിട്ടുണ്ട്, കാരണം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിലേക്ക് ഞാൻ പിന്നെ ഒഴിച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ്. ആ സൺഫ്ലവർ ഓയിൽ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച്. അതിനുശേഷം ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടായിരുന്നല്ലോ, ചെറിയ ഉള്ളി, അതിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ തേങ്ങാക്കൊത്ത് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ആ തേങ്ങാക്കൊത്തും കൂടി ഞാൻ അതിലേക്ക് ഇട്ടു. നന്നായിട്ട് ഇളക്കിയിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഞാൻ ഇളക്കി കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കുക. അത് തീർത്ത് ഒഴിച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യണ്ട, അതങ്ങനെ ഒഴിച്ച് അവിടെ വെച്ചാൽ മതി. അതിനുശേഷം കുക്കറിൻ്റെ മൂടിയിടുന്ന സമയത്ത് വിസിൽ ഊരി വെക്കാൻ പ്രത്യേകം ഓർമ്മിക്കണം കേട്ടോ. വിസിൽ വേണ്ട നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് അതൊന്ന് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പം റെഡി ആവും കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.